ഈ ഫോട്ടോയ്ക്ക് ശേഷം സംഭവിച്ചത് നിങ്ങളെ ഞെട്ടിക്കും. 2018 ജൂണിൽ ഹഗാൻ അസലും ഭാര്യ സെമ്ര അസലും തുർക്കിയിലെ മൂലനഗരത്തിലെ ബട്ടർഫ്ലൈ വാലിയിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയി. ഹഗാന്റെ കുട്ടിയുമായി സെമ്ര 7 മാസം ഗർഭിണിയായിരുന്നു. പ്രസവിക്കുന്നതിന് മുമ്പ് അവർ കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. കുറച്ചു നേരം ചുറ്റിനടന്ന ശേഷം കാഴ്ചകൾ കാണാനും ചിത്രങ്ങൾ എടുക്കാനും പാറയുടെ മുകളിലേക്ക് പോകണമെന്ന് ഹഗാൻ സെമ്രയോട് പറഞ്ഞു. ഭാര്യ സമ്മതിച്ചു. അവർ പാറയുടെ അടുത്തേക്ക് പോയി. മുകളിലെത്തിയ ശേഷം അവർ കുറച്ച് ചിത്രങ്ങൾ എടുത്തു. ചിത്രങ്ങളിൽ നിന്ന് സെമ്ര വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവർ പാറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹഗാൻ സെമ്രയെ പാറയിൽ നിന്ന് തള്ളിയിടുകയും സെമ്ര അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഭാര്യയെയും ഗർഭസ്ഥ ശിശുവിനെയും പാറയിൽ നിന്ന് എറിഞ്ഞതിനു ശേഷം ഹഗാൻ ഒരു വിഷമോ അസ്വസ്ഥതയോ കാണിച്ചില്ല. സ്ഥലത്തേക്ക് വാഹനമോടിച്ച ഒരു ആളെ ഹഗാൻ തടഞ്ഞു. പാറയിൽ നിന്ന് വീണുപോയ ഭാര്യയെ അന്വേഷിക്കാൻ സഹായിക്കണമെന്ന് ഹഗാൻ അയാളോട് ആവശ്യപ്പെട്ടു. ഭാര്യയെ കണ്ടെത്താൻ ഹഗാൻ കാര്യമായ സഹായം ചെയ്തില്ലെന്നും അയാൾ പറഞ്ഞു. ഹഗാൻ ശാന്തനാണെന്നും ഭാര്യ നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ പെരുമാറുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെമ്രയുടെ പേരിൽ 40,000 പൗണ്ടിലധികം വിലമതിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് വാങ്ങിയതാണ് അദ്ദേഹം ശാന്തനായിരിക്കാനുള്ള കാരണം. സെമ്രയെ പാറക്കെട്ടിൽ നിന്ന് തള്ളിയിട്ട് അത് ഒരു അപകടമാണെന്ന് കാണിച്ച് പണം അവകാശപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. എല്ലാം പ്ലാൻ അനുസരിച്ച് നടന്നു. പക്ഷേ അയാൾക്ക് ഒരു തെറ്റ് പറ്റി. സെമ്രയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ അയാൾ ഇൻഷുറൻസ് പണം അവകാശപ്പെടാൻ പോയി. ഇത് പോലീസിന്റെയും സെമ്രയുടെ സഹോദരന്റെയും കണ്ണിൽ അയാളെ സംശയാസ്പദമായി കാണിച്ചു. വിചാരണയിലുടനീളം അയാൾ സെമ്രയെ തള്ളിയിട്ടില്ല എന്നും ഇതെല്ലാം ഒരു അപകടമാണെന്ന് ജൂറിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ ജൂറി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചു. 30 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു.